ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 2025 ജനുവരി 19 ഞായറാഴ്ച മുതൽ 25 ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചക്കാലത്തെ സമ്പൂർണ്ണ വാരഫലമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത്. ഈ വാരം സൂര്യൻ മകരം രാശിയിൽ ഉത്രാടം തിരുവോണം ഞാറ്റുവേലകളിലും ചന്ദ്രൻ കൃഷ്ണപക്ഷ പഞ്ചമി മുതൽ ഏകാദശി വരെ ഉത്രം മുതൽ തൃക്കേട്ട വരെയുള്ള നാളുകളിലും സഞ്ചരിക്കുന്നു. വ്യാഴം ഇടവൻ രാശിയിൽ വക്രഗതിയിൽ രോഹിണിയിലും കേതു കന്നിയിൽ ഉത്രം നക്ഷത്രത്തിലും ശുക്രനും ശനിയും കുംഭത്തിൽ പൂരുരുട്ടാതി നക്ഷത്രത്തിലും രാഹു മീനത്തിൽ ഉത്രട്ടാതിയിലും സഞ്ചരിക്കുന്നു. ബുധൻ ധനു രാശിയിൽ നിന്നും 24 മകരം രാശിയിലേക്കും ചൊവ്വ 21 വക്രഗതിയിൽ കർക്കടകം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കും സംക്രമിക്കുന്നു. ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ വിലയിരുത്തുന്നു. ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സുഖകരമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാൻ കഴിയുന്ന വാരമാണ്. ഹിതകരങ്ങളായ നടപടികൾ സ്വീകരിക്കുവാൻ കഴിയും. ആത്മാർത്ഥത മറ്റുള്ളവർ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യും. നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും അവ പ്രവൃത്തിപഥത്തിൽ എത്തിക്കുവാനും സാധിക്കും. സഹജമായ കഴിവുകളിൽ പുരോഗതി ഉണ്ടാകും. പ്രവൃത്തികളിൽ സ്വതസിദ്ധമായ ചടുലത നിലനിർത്തുവാൻ കഴിയും. ഒപ്പമുള്ളവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കും. അവയുടെ ഗുണദോഷവശങ്ങൾ വിശകലനം ചെയ്യും. ചൊവ്വ 4-ാം ഭാവത്തിൽ നിന്നും 3-ാം ഭാവത്തിലേക്ക് മാറുന്നത് ഗുണം ചെയ്യും. മനസ്സിന് സ്വസ്ഥത ലഭിക്കും. ഗൃഹത്തിലും കുടുംബജീവിതത്തിലും പല നിലയ്ക്കും സ്വസ്ഥത അനുഭവപ്പെടുന്നതാണ്. ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ഒരു കരുതൽ വേണം. വാഹന ഉപയോഗത്തിൽ ശ്രദ്ധ വേണം. സാമ്പത്തിക ഇടപാടുകളിൽ കരുതൽ വേണം. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്വസ്ഥതയും സമാധാനവും അനുഭവപ്പെടും. വ്യാപാര രംഗത്ത് മുന്നേറുവാൻ കഴിയും. ബിസിനസ് രംഗത്ത് തന്ത്രങ്ങൾ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തും. ഉദ്യോഗസ്ഥർക്ക് കാര്യങ്ങളിൽ ശ്രദ്ധയും സമാധാനവും ഉണ്ടാകും. ആരുടെയും അനാവശ്യമായ ഇടപെടലുകൾക്ക് വിധേയരാകുന്നതല്ല. ഗാർഹിക ജീവിതത്തിൽ സൗര്യവും സമാധാനവും ലഭിക്കും. പ്രണയികൾക്ക് ഏറെ സന്തോഷിക്കാനാവും. ബന്ധുക്കളും സുഹൃത്തുക്കളും സഹായിക്കും. ഭാവി സംബന്ധിച്ച കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിക്കും. ധനവരവ് മോശമാകില്ല. ഭാഗ്യപരീക്ഷണങ്ങളിലും ലോട്ടറിയിലും നേട്ടം പ്രതീക്ഷിക്കാം. വാരാന്ത്യ ദിവസങ്ങൾക്ക് മേന്മ കുറയും. ആരോഗ്യക്ലേശം അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഔദ്യോഗിക രംഗത്ത് ചുമതലകൾ വർദ്ധിക്കും. നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കുന്നതിൽ കരുതൽ ഉണ്ടാകും. ചിലരുടെ സഹകരണം കുറഞ്ഞേക്കാം. എങ്കിലും അത് കാര്യമാകാതെ മുന്നോട്ട് പോകും. കച്ചവടത്തിലും വളർച്ചയുടെ കാലം തന്നെയാകും ഉണ്ടാകുക. ഉപഭോക്താക്കളുടെ പിന്തുണ കരുത്താകും. പൊതുപ്രവർത്തന രംഗത്ത് സ്വാധീനം വർദ്ധിക്കും. കുടുംബകാര്യങ്ങളിൽ ജീവിത പങ്കാളിയുടെ അഭിപ്രായങ്ങൾ സ്വീകാര്യമാകും. ഇടവക്കൂറുകാർക്ക് വാക്കുകൾ പരുഷമാകാൻ ഇടയുണ്ട്. ആഴ്ചയുടെ മധ്യ ദിവസങ്ങളിൽ ആലസ്യം അനുഭവപ്പെടുന്നതാണ്. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിൽ ആശങ്കയുണ്ടാകും. ആത്മവിശ്വാസത്തിന് മങ്ങൽ ഏൽക്കുന്നതായി തോന്നും. ചിലരുടെ തെറ്റായ ഉപദേശങ്ങൾ സ്വീകരിച്ചു എന്ന് വരാം. അത് പിന്നീട് ക്ലേശത്തിന് കാരണമായേക്കും. ബിസിനസ്സിൽ പ്രതീക്ഷിച്ച വളർച്ച ഉണ്ടായേക്കില്ല. എങ്കിലും കാര്യങ്ങൾ ഒരുവിധം മുന്നോട്ട് നീങ്ങും. ഭാവി സംബന്ധിച്ച ചില തീരുമാനങ്ങളോട് കുടുംബത്തിൻ്റെ വിയോജിപ്പുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ കുറച്ചൊക്കെ ഏകാഗ്രത പുലർത്തുവാൻ കഴിയും. ആഴ്ചയുടെ തുടക്കത്തിൽ ധനപരമായ ഇടപാടുകളിൽ സൂക്ഷ്മത വേണം. പ്രശ്നങ്ങളോട് വൈകാരികമായി പ്രതികരിക്കും. വാക്കുകളും മറുപടികളും പരുഷമായേക്കും. വായ്പകളുടെ തിരിച്ചടവിനായി ക്ലേശിച്ചേക്കും. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക്
നക്ഷത്രനാഥനായ ചൊവ്വ വക്രഗതിയിൽ തുടരുന്നതിനാൽ പ്രവർത്തന രംഗത്ത് ഉന്മേഷം കുറയുവാൻ ഇടയുണ്ട്. ഗുണദോഷവശങ്ങൾ കൂടിയും കുറഞ്ഞും അനുഭവപ്പെടും. എന്നാൽ ആത്മാർത്ഥതയ്ക്ക് അംഗീകാരമുണ്ടാകും. ചെറുകിട സംരംഭങ്ങൾക്ക് വായ്പ ലഭിച്ചേക്കും. കമ്മീഷൻ ഏജൻസി മേഖലകളിൽ ലാഭം പ്രതീക്ഷിച്ചതുപോലെ തന്നെയാകും ലഭിക്കുക. കലാപ്രവർത്തന രംഗത്തുള്ളവർക്ക് അവസരങ്ങൾ കൈവരുന്നതാണ്. മത്സരങ്ങളിലും പരീക്ഷകളിലും അഭിമുഖങ്ങളിലും വിജയിക്കും. കൂടുതൽ യാത്രകൾ വേണ്ടിവരും. വിരുന്നുകളിലും മംഗളകർമ്മങ്ങളിലും പങ്കെടുക്കുന്നതാണ്. ആത്മീയ സാധനങ്ങൾക്ക് സാഹചര്യം ഉണ്ടാകും. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അനുകൂലവും പ്രതികൂലവുമായ അനുഭവങ്ങൾ ഉണ്ടാകും. കർമ്മമേഖലയിൽ അസാധാരണമായ കാര്യങ്ങളൊന്നും സംഭവിക്കില്ല. വലിയ തടസ്സങ്ങൾ കൂടാതെ ആഗ്രഹങ്ങൾ സഫലമാകും. വിനോദയാത്രകൾക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തും. പുതിയ തലമുറയോട് ഇണങ്ങുവാൻ വിഷമിക്കുന്ന സ്ഥിതി ഉണ്ടാകും. ഗാർഹിക ജീവിതത്തിൽ ഇതുമൂലം ചില അലോരസങ്ങൾ വന്നുചേരുന്നതാണ്. അപരിചിതരുമായുള്ള ബിസിനസ് ബന്ധത്തിന് ശ്രമിക്കരുത്. ബന്ധുജനങ്ങളിൽ നിന്നും പ്രശംസ ലഭിക്കും. കലാപ്രവർത്തന രംഗത്ത് അഭിനന്ദിക്കപ്പെടും. പ്രണയികൾക്ക് ശുക്രശനി യോഗം മൂലം മനസ്സന്തോഷം നഷ്ടപ്പെടാൻ ഇടയുണ്ട്. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഔദ്യോഗികമായും വ്യക്തിപരമായും തിരക്കുള്ള വാരമായിരിക്കും. കാര്യങ്ങളിൽ വ്യക്തമായ കാഴ്ചപ്പാട് പുലർത്തുവാൻ കഴിയുന്നതാണ്. സഹപ്രവർത്തകരുടെ നിർദ്ദേശങ്ങളിൽ ആവശ്യമായ തിരുത്തലുകൾ വരുത്തും. നക്ഷത്രനാഥനായ വ്യാഴം വക്രഗതിയിൽ ആയതിനാൽ നേട്ടങ്ങൾക്കും ലക്ഷ്യപ്രാപ്തിക്കും ശ്രമങ്ങൾ ആവർത്തിക്കേണ്ടി വരും. കാര്യസാധ്യത്തിന് പലപ്പോഴും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട സാഹചര്യം വന്നുചേരും. ചൊവ്വ ജന്മനക്ഷത്രത്തിൽ തുടരുന്നതിനാൽ സമ്മർദ്ദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ക്ഷോഭം നിയന്ത്രിക്കാൻ പാടുപെടും. അപ്രതീക്ഷിതമായ ചെലവുകളും വന്നുചേരും. പല കാര്യങ്ങളിലും അനാവശ്യമായി തിടുക്കം കാണിക്കും. ആരോഗ്യ പരിപാലനത്തിൽ ജാഗ്രത വേണം. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായ ശനിക്ക് ശുക്രയോഗം ഉള്ളതിനാൽ സ്ത്രീ സൗഹൃദങ്ങളിലൂടെ നേട്ടങ്ങൾ ഉണ്ടാകും. കാര്യസാധ്യത്തിന് വഴി തെളിയുന്നതാണ്. സമയബന്ധിതമായി ചുമതലകൾ നിർവഹിക്കുന്നതിൽ വിജയിക്കും. വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് ഉപരിപഠനത്തിന് വഴിതെളിയും. കച്ചവട രംഗം ലാഭകരമാകും. കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തും. രാഷ്ട്രീയ രംഗത്ത് മനമടുപ്പ് അനുഭവപ്പെടും. ബന്ധുക്കളുടെ തർക്കങ്ങളിൽ പക്ഷം പിടിക്കുന്നത് ദോഷത്തിന് ഇടയാകും. സഹോദരങ്ങളെ സാമ്പത്തികമായി സഹായിക്കും. ഭാഗ്യപരീക്ഷണങ്ങളിൽ നേട്ടമുണ്ടാകും. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്ഥാനപ്രാപ്തി പ്രതീക്ഷിക്കുന്നവർ നിരാശപ്പെടേണ്ടി വരില്ല. മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും വിജയിക്കും. കുടുംബജീവിതത്തിൽ സംതൃപ്തി നിറയും. ധനവരവിൽ വർധനവ് ഉണ്ടാകുന്നതാണ്. കലാപരമായ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും. ഊഹക്കച്ചവടത്തിലും ചിട്ടിയിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും. പുതുതലമുറയുമായി രമ്യതയിലാകും. പ്രണയികൾക്ക് തടസ്സങ്ങൾ നീങ്ങും. അപകട സാഹചര്യങ്ങളെ അതിജീവിക്കും. യാത്രകൾ കൂടുന്നതിനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യ പരിപാലനത്തിലെ അലംഭാവം മാറും. വാരം ആദ്യം ലഭിക്കുന്ന അനുകൂല സാഹചര്യം നിലനിർത്തുവാൻ പ്രയത്നിക്കേണ്ടി വരും. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശുഭവാർത്തകൾ കേൾക്കാൻ ഇടവരും. കുടുംബത്തോടൊപ്പം ഉല്ലാസയാത്രകൾക്ക് അവസരം ഉണ്ടാകും. ബന്ധുസമാഗമം സാധ്യമാകും. സന്തോഷകരമായ അനുഭവങ്ങൾ വന്നുചേരും. പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ നിന്ന് ധനാഗമം ഉണ്ടാകും. ആഴ്ച അവസാനം അധിക ചെലവുകൾക്കും സാധ്യതയുണ്ട്. കലഹത്തിനുള്ള പ്രചോദനം ഉണ്ടായേക്കാം. സഹായ വാഗ്ദാനം മുടങ്ങിയേക്കും. ശാരീരികമായ അസ്വസ്ഥതകൾ അനുഭവപ്പെടും. പതിവ് കാര്യങ്ങൾ സാധാരണ രീതിയിൽ തന്നെ നടന്നു കിട്ടും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ പുരോഗതി ഉണ്ടാകും. പൊതുവെ മനസ്സമാധാനം അനുഭവപ്പെടും. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അന്യർക്ക് ഗുണമുണ്ടാകുന്ന പ്രവൃത്തികൾ ചെയ്യാൻ താൽപ്പര്യം തോന്നും. ഔദ്യോഗികമായി പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പരിശീലനം ലഭിക്കും. മറ്റുള്ളവരോട് സൗമ്യ മനോഭാവത്തോടെയുള്ള പെരുമാറ്റം ആദരിക്കപ്പെടും. സഹപ്രവർത്തകരുടെ വാക്കുകൾക്ക് വില കൊടുക്കും. എങ്കിലും സ്വന്തം താൽപ്പര്യങ്ങൾക്ക് ആയിരിക്കും പ്രാമുഖ്യം കൊടുക്കുക.
സുഖഭോഗങ്ങൾക്ക് അവസരമുണ്ടാകും. പ്രണയികൾക്ക് ഹൃദയബന്ധം ദൃഢമാകുന്നതാണ്. ബിസിനസ് പുരോഗതിക്ക് കൂടുതൽ അധ്വാനിക്കേണ്ട സ്ഥിതിയായിരിക്കും. തൊഴിൽ തേടുന്നവർക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ താൽക്കാലിക ജോലി ലഭിക്കുന്നതാണ്. കുടുംബത്തോടൊപ്പം വിനോദയാത്രയ്ക്ക് അവസരമുണ്ടാകും. കലാകാരന്മാർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും. ആഴ്ച അവസാന ദിവസങ്ങൾ കൂടുതൽ ഗുണകരമാകും. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. പൂർവിക സ്വത്ത് സംബന്ധിച്ച് നിലവിലുള്ള വ്യവഹാരത്തിൽ നിന്നും പിന്മാറിയേക്കും. സാമ്പത്തിക ഇടപാടുകളിൽ കരുതൽ വേണം. സ്വതസിദ്ധമായ കഴിവുകൾ പ്രകാശിപ്പിക്കുവാൻ അവസരം കിട്ടും. ആഡംബര വസ്തുക്കൾ വാങ്ങുവാൻ ധനം ചെലവഴിക്കും. രാഷ്ട്രീയ രംഗത്തുള്ളവർ എതിർപ്പുകളെ അവഗണിക്കുന്നതാണ്. ശാസ്ത്ര വിഷയങ്ങളോട് പ്രാമുഖ്യം കൂടും. പഴയകാല സഹപാഠികളെ സന്ദർശിക്കാൻ സന്ദർഭം ഉണ്ടാകും. തൊഴിലിൽ നിന്നും അധിക വരുമാനം വന്നുചേരും. പ്രതികരണം വൈകാരികമാകാതെ ശ്രദ്ധിക്കണം. പ്രണയികൾക്ക് തടസ്സങ്ങൾ നേരിടും. ദാമ്പത്യ ജീവിതത്തിൽ അവസരങ്ങൾക്ക് സാധ്യതയുണ്ട്. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം പൊതുവെ അനുകൂലമാണ്. ന്യായമായ ആഗ്രഹങ്ങൾ സഫലമാകും. ലോട്ടറിയിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടമുണ്ടാകും. സ്വയം തൊഴിൽ മേഖലയിൽ വളർച്ചയുണ്ടാകും. പുതിയ ഏജൻസി ഏർപ്പാടുകൾക്ക് തുടക്കം കുറിക്കുവാൻ കഴിയുന്നതാണ്. ഉദ്യോഗസ്ഥരുടെ പ്രഭാവം സഹപ്രവർത്തകർ പൂർണ്ണ മനസ്സോടെ അംഗീകരിച്ചേക്കും. സ്വജനങ്ങളെ യഥാശക്തി സഹായിക്കുവാൻ തയ്യാറാകും. എതിർ ശബ്ദങ്ങളെ അവഗണിക്കുന്നതാണ്. ചുമതലകൾ പകരക്കാരെ ഏൽപ്പിക്കുന്നത് ശുഭകരമാകില്ല. ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും പങ്കെടുക്കുവാൻ അവസരം ഉണ്ടാകും. വിരുന്നുകളിലും സൽക്കാരങ്ങളിലും പങ്കെടുക്കും. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നിറയും. ആഴ്ച അവസാന ദിവസങ്ങൾക്ക് മേന്മ കുറയും. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആത്മവിശ്വാസവും മനോബലവും വർദ്ധിക്കും. പ്രവർത്തന മേഖല മികവുറ്റതാകും. അർഹതയുള്ള അവകാശങ്ങൾ നേടിയെടുക്കുന്നതാണ്. എന്നാൽ മത്സരബുദ്ധി ഉണ്ടായേക്കും. മുതൽ മുടക്കുകൾ ലാഭകരമാകും. വരവ് ചെലവ് സംബന്ധിച്ച കണക്കുകൾ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. രോഗാവസ്ഥയിൽ കഴിയുന്നവർക്ക് ആശ്വാസം പ്രതീക്ഷിക്കാം. സഹായ വാഗ്ദാനങ്ങൾ സഫലമാകുന്നതാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കും. കടബാധ്യതകൾ പരിഹരിക്കാൻ വഴിതെളിയും. ബന്ധുക്കളും സുഹൃത്തുക്കളും സഹായിക്കും. അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതിൽ മിതത്വം പാലിക്കണം. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രായോഗിക വശങ്ങൾ ചിന്തിച്ചായിരിക്കും പ്രവർത്തിക്കുന്നത്. ആദർശത്തെ വിട്ടുകളയുകയുമില്ല. ഉപകാരം കൈപ്പറ്റുന്നവർ ശത്രുക്കളാകും. സുഹൃത്തുക്കളുടെ പ്രവൃത്തികൾ മനോവിഷമത്തിന് കാരണമാകും. പൊതുവെ അർഹത അംഗീകരിക്കപ്പെടുന്ന വാരമാണ്. ഉദ്യമങ്ങൾ ലാഭകരമാകും. സന്താനങ്ങളിൽ നിന്ന് സന്തോഷം ഭവിക്കും. പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങും. ഉല്ലാസവേളകൾക്ക് അവസരമുണ്ടാകും. രോഗത്താൽ ക്ലേശിക്കുന്നവർക്ക് ആശ്വാസം അനുഭവപ്പെടും. സംഘടനാ രംഗത്തെ നിലപാടുകൾ സ്വീകരിക്കപ്പെടും. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾക്ക് വിരാമം ആകും. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആത്മവിശ്വാസത്തിന് ഇളക്കം തട്ടാം. പുതിയ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുവാൻ തടസ്സങ്ങളുണ്ടാകും. ധനപരമായ ബുദ്ധിമുട്ടുകൾക്ക് അയവുണ്ടാകും. പാരമ്പര്യമായി ചെയ്തു പോരുന്ന തൊഴിലുകളിൽ ഉത്സാഹം ഭവിക്കും. ഉപഭോക്താക്കളുടെ സഹകരണം വേണ്ടത്രയുണ്ടാകും. കുടുംബകാര്യങ്ങളിൽ ഏകോപനം സാധ്യമാകും. കലാകാരന്മാർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും. കുടുംബസുഖം പ്രതീക്ഷിക്കാം. സന്താനങ്ങളുമായുള്ള ബന്ധം സന്തോഷകരമാകും. മുടങ്ങിയ വായ്പകളുടെ തിരിച്ചടവ് പുനരാരംഭിക്കും. പ്രണയികൾക്ക് സന്തോഷം ഭവിക്കുന്നതാണ്. തൊഴിൽ തേടുന്നവർക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്കുള്ള അറിയിപ്പ് ലഭിക്കും. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രണയാനുഭവങ്ങളിൽ സന്തോഷം ഭവിക്കും. ദാമ്പത്യ ജീവിതം സുഖകരമാകും. പ്രവർത്തന രംഗം മികവുറ്റതാകും. പുതിയ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ പാരിതോഷികമായി ലഭിച്ചേക്കും. വിനോദങ്ങൾക്ക് അവസരം വന്നെത്തും. കരാറുകളിൽ ഒപ്പുവയ്ക്കുന്നതിൽ ശ്രദ്ധ വേണം.
വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിനുള്ള ആലോചനകളിൽ ഉചിതമായ തീരുമാനം ആകും. ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും. യാത്രകൾ കൊണ്ട് ഗുണം ഭവിക്കും. സംഭാഷണവും മറുപടിയും മതിപ്പ് ഉളവാക്കും. സ്വകാര്യ ജീവിതത്തിലെ രഹസ്യാത്മകത ചോരാതിരിക്കാൻ ശ്രദ്ധയുണ്ടാവണം. ഭാഗ്യപരീക്ഷണങ്ങളിൽ സമ്മാനിതരാകും. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഔദ്യോഗിക പ്രവർത്തനങ്ങൾ നൈപുണ്യത്തോടെ നിർവഹിക്കും. ബിസിനസ് കാര്യങ്ങളിൽ സംതൃപ്തി ഉണ്ടാകും. കാര്യസാധ്യത്തിന് ധനം തടസ്സമാകില്ല. ധനവരവിൽ മങ്ങലുണ്ടാകില്ല. പുതിയ ചുമതലകൾ വന്നുചേരും. സഹോദരങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അന്യദേശത്ത് പഠിക്കുന്നതിനുള്ള ധനസഹായം അനുവദിച്ചു കിട്ടും. ഉത്സവാദികളുടെ നടത്തിപ്പിൽ പങ്കാളിത്തം വഹിച്ചേക്കും. അഭിപ്രായങ്ങളിൽ ഒപ്പമുള്ളവരുടെ വിയോജിപ്പ് ഉണ്ടായേക്കും. ബന്ധുക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുൻകൈയെടുക്കും. ചെറുകിട സംരംഭങ്ങൾ ആദായകരമാകും. രോഗഗ്രസ്തർക്ക് ആശ്വാസം അനുഭവപ്പെടും. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ദാമ്പത്യ ജീവിതം സുഖകരമാകും. വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ വിജയിക്കുന്നതാണ്. പുതിയ ബിസിനസ്സിനെക്കുറിച്ച് വേണ്ടപ്പെട്ടവരുമായി ആലോചിക്കുകയും തീരുമാനങ്ങളിൽ എത്തുകയും ചെയ്യും. ഏൽപ്പിക്കപ്പെട്ട ദൗത്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നതാണ്. വാഹനം ഉപയോഗിക്കുന്നതിൽ കരുതൽ വേണം. കലഹവാസനകൾ ഉദയം കൊള്ളും. ന്യായമായ കാര്യങ്ങൾക്ക് മുടക്കം വരില്ല. സമൂഹത്തിൽ സ്വീകാര്യത വർദ്ധിക്കുന്നതാണ്. രോഗഗ്രസ്തർക്ക് ആശ്വാസം അനുഭവപ്പെടും. പണയ ഉരുപ്പടികൾ വീണ്ടെടുക്കും. ബിസിനസ്സിൽ ലാഭവും യാത്രകൾ കൊണ്ട് ഗുണവും ഉണ്ടാകും. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഭൗതിക കാര്യങ്ങളിൽ നേട്ടങ്ങളുണ്ടാകും. ആഗ്രഹിച്ച ഗൃഹോപകരണങ്ങൾ വാങ്ങുവാൻ സാധിക്കും. പിണങ്ങി നിന്ന ബന്ധുക്കൾ ഇണക്കത്തിലാകും. സുഹൃത്തുക്കളുടെ ഉപദേശം സ്വീകാര്യമാകും. പങ്കാളിത്ത ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും. തൊഴിൽപരമായ യാത്രകൾ ഗുണം ചെയ്യുന്നതാണ്. കഴിവിന് വേണ്ടത്ര അംഗീകാരം കിട്ടിയേക്കില്ല. കുടുംബത്തിൻ്റെ പിന്തുണയും സഹകരണവും ലഭിക്കും. പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും. കലാരംഗത്ത് താൽപ്പര്യവും അവസരവും വർദ്ധിക്കും. സാമ്പത്തിക ഇടപാടുകളിൽ ശ്രദ്ധ വേണം. വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ ക്ലേശിക്കുന്നതാണ്. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രവൃത്തികളിൽ ശ്രദ്ധയും ഏകാഗ്രതയും ഉണ്ടാകും. കുറച്ച് പ്രയത്നം കൊണ്ട് കൂടുതൽ നേടാൻ കഴിയും. സഹപ്രവർത്തകരുമായി ചർച്ചകൾ നടത്തി തീരുമാനം കൈക്കൊള്ളും. വിവാദങ്ങളിൽ അകപ്പെടാതെ അകലം പാലിക്കും. ഭിന്ന അഭിപ്രായങ്ങളോടുള്ള അവഗണന വിമർശിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഗാർഹിക കാര്യങ്ങളിൽ ശ്രദ്ധക്കുറവ് ഉണ്ടാകും. പിതൃപുത്ര ബന്ധം അത്ര സുഖകരമായിരിക്കില്ല. ദൈനംദിന കാര്യങ്ങൾക്ക് മുടക്കം സംഭവിക്കില്ല. തൊഴിൽ മേഖലയിൽ സംതൃപ്തി അനുഭവപ്പെടും. പ്രണയികൾക്ക് സന്തോഷിക്കാൻ കഴിഞ്ഞേക്കും. ജീവിതശൈലി രോഗങ്ങൾക്ക് ചികിത്സ വേണ്ടിവരുന്നതാണ്. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. പഴയ സുഹൃത്തുക്കളെ കാണുവാനും ഓർമ്മകൾ പങ്കുവയ്ക്കുവാനും സാധിക്കും. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമ്മിശ്രമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. സംഭാഷണശൈലി മധുരവും ആകർഷണീയവുമാകും. ആഭരണങ്ങളോ വസ്ത്രങ്ങളോ വാങ്ങിയേക്കും. അയൽക്കാരുമായുള്ള കലഹങ്ങളിൽ പരിഹാരമുണ്ടാകും. ഉന്നതമായ ആദർശങ്ങൾ മനസ്സിൽ നിറയും. എന്നാൽ തികഞ്ഞ പ്രായോഗികത കൈക്കൊള്ളേണ്ടതായി വരും. സുഹൃത്ത് സമാഗമം സാധ്യമാകും. ഇഷ്ടഭക്ഷണ യോഗം ഉണ്ട്. കരാർ പണികൾ പുതുക്കി ലഭിക്കും. സന്താനങ്ങളുടെ പഠന പുരോഗതിയിൽ സന്തോഷം തോന്നും. ആഴ്ച അവസാന ദിവസങ്ങളിൽ കാര്യങ്ങൾ കൂടുതൽ സുഗമമാകും. സഹോദരങ്ങളുടെ സഹായം ലഭിക്കും. ചിട്ടിയിലോ ലോട്ടറിയിലോ നേട്ടം പ്രതീക്ഷിക്കാം. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുടുംബ പ്രശ്നങ്ങൾക്ക് ഒട്ടൊക്കെ പരിഹാരമാകും. സ്വയം തിരുത്താൻ തയ്യാറാകും. ബിസിനസ് സംബന്ധമായ ചുമതലകൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നത് ഗുണകരമാകില്ല. വായ്പകളുടെ തിരിച്ചടവ് സുഗമമാകും. അടുക്കളത്തോട്ടത്തിലോ മട്ടുപ്പാവ് കൃഷിയിലോ ആഭിമുഖ്യം വർദ്ധിക്കും. സാമൂഹിക വിഷയങ്ങളിൽ വ്യക്തമായ നിലപാടുണ്ടാകും. ബന്ധുകലഹത്തിൽ പക്ഷം പിടിക്കുന്നത് ദോഷകരമായേക്കും. കരാറുകളിൽ തീരുമാനം നീണ്ടുപോകും. സന്താനങ്ങളുടെ ഉപരിപഠനം സംബന്ധിച്ച ആശയക്കുഴപ്പം അകലും.
പണമിടപാടുകളിൽ കൂടുതൽ ജാഗ്രത വേണം. തൊഴിൽ തേടുന്നവർക്ക് അവസരങ്ങൾ അനുകൂലമാകും. ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സുഖഭോഗങ്ങൾ അനുഭവയോഗ്യമാകും. പുതിയ വസ്ത്രങ്ങൾ പാരിതോഷികമായി ലഭിച്ചേക്കും. ആദിത്യൻ 12ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഉദ്യോഗസ്ഥർക്ക് സ്വസ്ഥത കുറയും. വീടിൻ്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാകും. സന്താനങ്ങളുടെ ആവശ്യങ്ങൾ നടത്തിക്കൊടുക്കുവാൻ സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. പ്രണയികൾക്ക് സന്തോഷിക്കാനുള്ള സാഹചര്യം വന്നുചേരും. വിദ്യാഭ്യാസപരമായി പുരോഗതി ഉണ്ടാകും. കച്ചവടത്തിൽ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും. സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകും. ശത്രുപക്ഷത്തെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാനാകും. കടബാധ്യതകൾ തീർക്കാനുള്ള പോംവഴി തെളിയുന്നതാണ്. ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടം പ്രതീക്ഷിക്കാം. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ കഴിയും. വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവർക്ക് സാഹചര്യത്തിന് മാറ്റം വന്നേക്കും. അസൗകര്യങ്ങൾ മൂലം സ്വകാര്യ കമ്പനിയിലെ ജോലി മാറുന്നതിന് പരിശ്രമിക്കും. പൂർവീയ സ്വത്തുകളിൽ നിന്നും കുറച്ചൊക്കെ ആദായം വന്നെത്തും. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്തും. ദാമ്പത്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടതായി വരും. കലാകാരന്മാർക്ക് ദൂരസ്ഥലങ്ങളിൽ നിന്നും അവസരങ്ങൾ തേടി വരും. ആഡംബര ചെലവുകൾ നിയന്ത്രിക്കുവാൻ കഴിഞ്ഞേക്കില്ല. സുഹൃത്തുക്കൾ മുഖേന ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ധനപരമായി കരുതൽ വേണം. ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും. പ്രണയികൾക്ക് തടസ്സങ്ങൾ നീങ്ങും. ഭാഗ്യപരീക്ഷണങ്ങളിൽ നേട്ടം ഉണ്ടാകും. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശത്രുത പുലർത്തിയിരുന്നവർ മിത്രങ്ങളായേക്കും. ഉത്സാഹവും ഉന്മേഷവും അനുഭവപ്പെടും. പ്രവർത്തന രംഗത്ത് സമാധാനമുണ്ടാകും. മേലധികാരികൾ വാക്കുകളിലും നിർദ്ദേശങ്ങളിലും വിശ്വാസം പുലർത്തും. വിദേശത്ത് പോകുവാൻ പരിശ്രമിക്കുന്നവർക്ക് നടപടികളിലെ കാലതാമസം നീങ്ങും. പുതിയ വാഹനം വാങ്ങാനുള്ള തീരുമാനം മാറ്റിവെക്കും. പ്രതീക്ഷിച്ച ധനം കൈവശമെത്താൻ താമസം നേരിടും. ബന്ധുസമാഗമം പ്രതീക്ഷിക്കാം. കുടുംബത്തിൻ്റെ പൂർണ്ണമായ പിന്തുണ ലഭിക്കും. ബിസിനസ്സിൽ സാമാന്യമായ നേട്ടങ്ങൾ ലഭിക്കുന്നതാണ്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിന് അവസരമുണ്ടാകും. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ബുധനും ആദിത്യനും അനുകൂല ഭാവങ്ങളിൽ സഞ്ചരിക്കുകയാൽ വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും കീർത്തി നേടും. കർമ്മരംഗം ലാഭകരമാകും. കാര്യങ്ങൾ ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് ഉൾക്കൊള്ളും. ഗ്രഹാന്തരീക്ഷം മെച്ചപ്പെടുന്നതാണ്. മാതാവിൻ്റെ ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം. എത്ര ശ്രമിച്ചാലും ചിലവ് ചുരുക്കാൻ കഴിഞ്ഞേക്കില്ല. വാരാന്ത്യ ദിവസങ്ങൾ കൂടുതൽ മേന്മയുള്ളതാകും. തൊഴിൽ രംഗം ഉന്മേഷഭരിതമാകും. സുഹൃത്ത് സമാഗമം സാധ്യമാകും. ശുഭവാർത്തകൾ തേടിവരും. ആരോഗ്യപരമായി ഉത്കണ്ഠകൾ അകലും. ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി. തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും.